ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എളുപ്പത്തിൽ നമുക്ക് ബീട്രൂട്ട് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ എന്തായാലും ഒന്ന് കഴിച്ചു പോകും. എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതാ എടുത്തിട്ടുള്ളത് ബീട്രൂട്ടാണ്. 2 ബീട്രൂട്ട്, ഒരു മീഡിയം സൈസിലുള്ള 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത്തിരി കനായിട്ട് തന്നെ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാനിതാ ബീട്രൂട്ട് ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട മസാലകൾ തയ്യാറാക്കാനായിട്ട് ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് കടലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒറോട്ടിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, പത്തിരിപ്പൊടി, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരേ സെയിം അളവിൽ തന്നെയാണ് രണ്ടും ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ, നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതായത് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണം, അധികം ലൂസായി പോകരുത്. കുറച്ച് കട്ടിക്കുള്ളൊരു മാവായിട്ട് ഇതെടുക്കണം. അപ്പോൾ ഇതിലേക്ക് അരിപ്പൊടിയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഇതിപ്പോൾ ലൂസാക്കി എടുക്കേണ്ടത്. അതായത് നമുക്ക് ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ബീട്രൂട്ടിൻ്റെ മുകളിലേക്ക് ഇത് കോട്ടിങ് വരണം. അപ്പോൾ ആ ഒരു പാകത്തിന് വേണം നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിത് ഈ ഒരു സമയത്ത് തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേനെ. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇതിലേക്ക് മുക്കി അങ്ങ് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതൊരു തവിയെടുത്ത് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ളൊരു നല്ലൊരു സ്നാക്കാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും നമുക്കിത് കഴിക്കാൻ പറ്റും. ആ ഒരു ടേസ്റ്റേ അല്ല ഇതിന്. ബീട്രൂട്ട് അറിയാതെ തന്നെ നമ്മൾ കഴിച്ചു പോകും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതാ ഓരോന്നോരോന്ന് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ബീട്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ലൊരു ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആണ്. എല്ലാവരും കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.